ഹായ്, ഞാൻ നിഷ. മൈസൂരിലാണ് താമസം. എൻ്റെ നേറ്റീവ് പ്ലേസ് കാസർഗോഡാണ്. ഞങ്ങളിവിടെ മൈസൂരിൽ 5 വർഷമായിട്ട് താമസിക്കുന്നു. അപ്പോൾ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. പക്ഷേ എങ്ങനെയൊക്കെയോ അത് അങ്ങനെ പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിന് തുടങ്ങിയേക്കാന്ന്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഫുൽക്ക ചപ്പാത്തിയാണ്. എല്ലാവർക്കും അറിയും അത് ഉണ്ടാക്കാൻ. പക്ഷെ എന്നാലും അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് കുറെ കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് ഭോപ്പാലിലാണ് ഞങ്ങൾ പോയി ഉണ്ടായിരുന്നത്. ആ സമയത്ത് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും അറിയില്ല. അത് എനിക്ക് പറഞ്ഞു തന്നത് ഹസ്ബൻഡാണ്. അപ്പോൾ ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളിൽ നിന്നെല്ലാം ഞാൻ മുൻപോട്ട് പോകാനുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോകാം അല്ലേ. ഇവിടെ ഒരു 250 ഗ്രാം ആട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ആട്ട ഇത് കടയിൽ നിന്ന് വാങ്ങിയ ആട്ടപ്പൊടിയല്ല. ഞാൻ മില്ലിൽ കൊണ്ടുപോയി ഗോതമ്പ് വാങ്ങി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചിട്ട് എടുത്തതാണ്. അപ്പം ഒരു 250 ഗ്രാം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതൊരു 2 കപ്പോളം വരും. 2 കപ്പോളം വരും. പക്ഷെ ഞാനത് കപ്പിന്റെ കണക്ക് ഞാൻ പറയുന്നില്ല. കാരണം ഓരോരോ കപ്പും ഓരോരോ മെഷർമെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കപ്പിന്റെ കാര്യം ഇവിടെ പറയുന്നില്ല. ഒരു 250 ഗ്രാം ആട്ട എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 8 റൊട്ടി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ 250 ഗ്രാം ആട്ടയ്ക്ക് വേണ്ടി ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ആട്ടയ്ക്ക് വേണ്ട വെള്ളം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 150 മില്ലി വെള്ളമാണ്. 250 ഗ്രാംസ് ആട്ട, 150 മില്ലി വെള്ളം. അപ്പൊ നമുക്കിത് ഈ വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. വെള്ളം എല്ലാം ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ ചിലപ്പോൾ ആട്ട ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പരത്താൻ വിഷമമായിരിക്കും. നമ്മുടെ ആട്ട ഒരുവിധം കുഴച്ച് കഴിഞ്ഞ് അപ്പൊ ഒരു മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പൊ ഇതാ നമ്മുടെ ആട്ട ഇവിടെ റെഡി ആയിരിക്കുന്നു. ഞാൻ ഇപ്പൊ കുഴച്ചെടുത്തു. ഞാൻ എണ്ണയോ നെയ്യോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. കൂടുതൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പരത്താൻ ബുദ്ധിമുട്ടാവും. അതേപോലെ ആട്ട ടൈറ്റ് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റ് ആയി ചപ്പാത്തി ഉണ്ടാക്കാൻ നമുക്ക് പറ്റൂല. അപ്പൊ അതിന്റെ ഒരു മീഡിയം ഇതില് നമ്മൾ ലെവലിൽ കുഴച്ചെടുക്കണം. ഇതിപ്പോ കണ്ടോ എത്ര നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ പരത്തി. നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ ഈ ആട്ട പരത്തിയിട്ടു. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് നേരം ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ പറ്റാം. അപ്പൊ 10 മിനിറ്റിന് ശേഷം നമുക്ക് റൊട്ടി എങ്ങനെ ഉണ്ടാക്കേണ്ടത് എങ്ങനെ പരത്തേണ്ടത് ഞാൻ കാണിച്ചു തരാം. പരത്താൻ പോകുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഇങ്ങനത്തെ ഒരു റോളിംഗ് പിൻ ആണെങ്കിൽ ഇതിന്റെ ഈ എഡ്ജ് ഉണ്ടല്ലോ, എഡ്ജ് ഇവിടെ കൊണ്ടിട്ട് ചിലപ്പം ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഇതായിട്ട് തിന്നായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോ വേറൊരു റോളിംഗ് പിൻ നമുക്ക് വാങ്ങാൻ കിട്ടും. മെലിഞ്ഞ ടൈപ്പ് റോളിംഗ് പിൻ നമുക്ക് വാങ്ങാൻ കിട്ടും, തിന്നായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പരത്തുവാണെങ്കിൽ ഇപ്പൊ ബിഗിനേഴ്സിനൊക്കെ പരത്തുവാണെങ്കിൽ നല്ല ഇതായിട്ട് നന്നായിട്ട് പരത്താൻ പറ്റും. ഇതാവുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രയാസമാണ് ഇതിനെ കൊണ്ട് പരത്താൻ. പക്ഷെ എനിക്ക് ഉണ്ടായിരുന്നു എന്റേത് ഒടിഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പരത്തുമ്പോണ്ടല്ലോ നല്ല ഒരു ഈക്വൽ ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതിപ്പോ ഞാൻ പരത്താൻ പോവാണ്. പരത്തി കഴിഞ്ഞു. പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞു കേട്ടോ. അതിൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ തവയിൽ ഈ പൊടി വീണിട്ട് അത് കരിയാൻ തുടങ്ങും. കൂടുതൽ നേരം ഇതിൽ നല്ല ചൂടായ തവയാണെങ്കിൽ ഒരു 7 സെക്കൻഡ് നമ്മൾക്ക് ഇങ്ങനെ വെച്ചാൽ മതി. അതിനുശേഷം മറിച്ചെടുക്കാം. ഇതിപ്പോ കുറച്ച് കൂടുതൽ മുരിഞ്ഞു. അത്രയും മുരിയേണ്ട ആവശ്യമില്ല. ഒരു 7 സെക്കൻഡിന്റെ ഉള്ളിൽ നമ്മൾ തിരിച്ചിടണം. ഇനി നമുക്ക് പതുക്കെ ഇത് തുണി വെച്ച് ഒന്ന് കുത്തി കൊടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇത്
ചിലപ്പോൾ ഇങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം. അതിന്റെ സ്റ്റീം കയ്യിൽ കൊണ്ടാൽ നന്നായിട്ട് കൈകൊള്ളും. പിന്നെ ഇതാ പൊട്ടിയതുകൊണ്ട് പൊങ്ങാൻ വിഷമാണ്. അപ്പൊ ആ പൊട്ടിയ ഭാഗത്ത് തുണി അമർത്തി പിടിച്ചിട്ടൊന്ന് കുത്തിയെടുത്താൽ മതി. പിന്നെ കട്ട ബബിൾസ് വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് മറിച്ചിട്ടിട്ട് വേണം കേട്ടോ എപ്പോഴും പൊക്കാൻ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോ ഇത് നന്നായിട്ട് പൊങ്ങി വന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഭാഗം കൂടി ഇങ്ങനെ ഇട്ടിട്ട് പൊട്ടിയെടുക്കാം. എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഇങ്ങനത്തെ സാധനം ഉപയോഗിച്ചോട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ കുറേ വർഷങ്ങളായി ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ആ ഒരു ഇത് വരുന്നില്ല. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് എടുക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇത് ഉപയോഗിക്കാട്ടെ. ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇതും കൊണ്ട് ഇങ്ങനെ സുഖമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ കൈ പൊള്ളും മറിച്ചിടുമ്പോഴും. പിന്നെ അത് പൊങ്ങുമ്പോൾ അതിലേക്ക് ഫുള്ള് എയറാകുന്നുണ്ട്. അപ്പൊ അത് പൊട്ടിയിട്ട് നമ്മുടെ കയ്യിലേക്ക് ആ സ്റ്റീം കൊണ്ടുകഴിഞ്ഞാൽ നന്നായിട്ട് പൊള്ളും. അപ്പൊ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സ്പാച്ചില ആണെങ്കിൽ സ്പാച്ചില ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ മറിച്ചിടാൻ വേണ്ടിയിട്ടൊക്കെ. ഞാൻ കൈ കൊണ്ട് അത് പറയാൻ ഞാൻ വിട്ടുപോയി. ഞാൻ കൈ കൊണ്ടാണ് എപ്പോഴും എടുക്കാറ്. അപ്പൊ എനിക്ക് ബിഗിനേഴ്സിനോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് പെട്ടെന്ന് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പൊങ്ങി വരാറില്ല അധികം. കാരണം എനിക്കൊക്കെ ആദ്യമൊക്കെ കുറേ നാൾ ചെയ്തതിന് ശേഷമാണ് എന്റേതൊക്കെ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുമ്പോൾ പൊങ്ങി വരാൻ തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ അപ്സെറ്റ് ഒന്നും ആവണ്ട. നമ്മള് കുറെ പ്രാക്ടീസ് ആവുമ്പോൾ നമുക്കത് കുറച്ച് ചെയ്ത് പ്രാക്ടീസ് ആവുമ്പോൾ അത് തന്നെത്താനെ അങ്ങനെ പൊങ്ങി വന്നോളൂ. അതിനൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. പിന്നെ വേറെ ഒന്നെന്ന് പറയാനുള്ളത്, ഇപ്പം വേറെ ഒരു തരത്തിലുള്ള റൊട്ടീൻ കൂടി ഞാൻ ഉണ്ടാക്കി കാണിക്കാം. ഇതിപ്പോ ഞാൻ കൂടുതലും ചെയ്യുന്നത് തവയിലാണ്. തവയിൽ ഇപ്പൊ ഈ കാണിച്ച പോലെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ വേറെ ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഡയറക്റ്റ് നമ്മൾ ഇതിൽ തവയിലിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അത് കേൾക്കുന്നത് അത് അൺഹെൽത്തി ആണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്താൽ മതി. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി കൂടുതൽ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനാണ് ഉള്ളത്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ അധികം എന്റെ ഫ്രണ്ട്സൊക്കെ അധികം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ അടുപ്പുള്ളത് കൊണ്ട് ചെറിയ കനലുണ്ടെങ്കിൽ ആ കനലിൽ വെച്ചിട്ട് നമുക്ക് അതിനെ ഒന്ന് പൊള്ളിച്ചെടുക്കാൻ പറ്റും. അതിപ്പോ ഞാനിവിടെ കാണിച്ചു തരാം എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന്, അല്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന്. പൊടിയൊക്കെ തട്ടി കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഒരു 7 സെക്കൻഡ് വെച്ചാൽ മതി. അതിനുശേഷം മറിച്ചിടണം. അടിഭാഗം കുറച്ചും കൂടി ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി മൊരിയണം. അല്ലെങ്കിൽ പിന്നെ അത്ര ശരിയാവാൻ ചാൻസ് ഇല്ല. ഇതിൽ തന്നെ ഇതേ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം. ഈ ഒരു പാകമാവുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഇപ്പൊ അടുപ്പിലൊക്കെ ചെറിയ കനലൊക്കെ ഉണ്ടെങ്കിൽ ആ കനലിതാ ഈ ഒരു പാകമാകുമ്പോൾ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരും. എനിക്കിവിടെ അടുപ്പൊന്നും ഇല്ല, അപ്പൊ ഗ്യാസിൽ ചെയ്താലേ പറ്റുള്ളൂ. നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇവിടെ അടിഭാഗം പെട്ടെന്ന് കീറാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ എടുക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ഞാൻ കാസറോളിലുണ്ടല്ലോ വെക്കുമ്പോൾ എപ്പോഴും ഒരു കോട്ടൺ തുണി കവർ ചെയ്തിട്ടാണ് വെക്കാറ്. കാരണം ഇത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചൂടോടെ റൊട്ടി ഇടുമ്പോൾ സൈഡിലൊക്കെ ആവി വന്നിട്ട് പിന്നെ ചപ്പാത്തിയുടെ സൈഡൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ആ കോട്ടൺ തുണിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫുൽക്കി ഇടുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഫുൽക്കിക്ക് എപ്പോഴും ഉണ്ടല്ലോ നമുക്ക് ഗീ ചേർക്കണം. അതാണ് അതിന്റെ മെയിൻ, അതിന്റെ ടേസ്റ്റ് തന്നെ അതാണ് നല്ല. അതിപ്പോ നമ്മൾ ചുട്ടിടുമ്പോൾ തന്നെ ഗീ ചേർത്ത് തടവി വെക്കാമെങ്കിൽ നല്ലതാണ്. പക്ഷെ ഞാനിപ്പം ആ സമയത്ത് ഞാൻ ഇട്ട് വെച്ചില്ല. ഇത് കണ്ടോ, ഒരു കുറച്ചിങ്ങനെ ഇട്ടിട്ട് അതിനെ ഇങ്ങനെ ആക്കിയെടുക്കാം. ഇങ്ങനെ ഇളക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ഈ സൈഡിലേക്ക് ആയിട്ടുണ്ട്. ഇതിന്റെ സോഫ്റ്റ്നെസ് കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇത് നാളെ ഞാൻ ആ തുണിയിട്ട് കുക്കിയ ആ റൊട്ടിയാണ്. അതിനകത്തും അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെ നമുക്ക് വേണമെങ്കിൽ ഓരോന്നിനും റൊട്ടി ഇതാക്കി വെക്കാം. അപ്പൊ അത് ചൂടോടെ നമ്മൾ അതിലേക്ക് നെയ്യ് ചേർക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇതുണ്ട് ഇപ്പൊ റൊട്ടിയുടെ സോഫ്റ്റ്നെസ് കണ്ടോ, ഇതുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലാം നല്ല പൊങ്ങി ഇത് വന്നിട്ടുണ്ട്. തുണി കുത്തി വെച്ചതും നമ്മുടെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കീറിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും തുണി കുത്തി വെച്ചതും. ഇതുണ്ടോ സോഫ്റ്റ്നെസ് ഉണ്ട് റൊട്ടിയുടെ.
ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് വരും, തുണി പോലെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം നമുക്ക് അതുപോലെ തന്നെ വെക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനി അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.